കൽപ്പറ്റയിൽ ഒരു ടൗൺഷിപ്പ് ഉള്ളത് നമുക്കറിയാം. ആ ടൗൺഷിപ്പിൽ നിന്നും അരുൺ അമൃതനാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. ടൗൺഷിപ്പിൽ പുതിയ ജീവിതവും പുതിയ സ്വപ്നങ്ങളുമായി കുറേയേറെ മനുഷ്യരില്ലേ? എന്താണ് അവർക്കൊക്കെ ഈ ദിനം പറയാനുള്ളത്, അരുൺ? മോദി, ഗുഡ് മോർണിംഗ്. 2 വർഷം മുമ്പ് ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ മേപ്പാടി ദുരന്തത്തിൻ്റെ വിവരം അറിഞ്ഞ് വരുമ്പോൾ മനസ്സിന് ഒരു വിങ്ങൽ തന്നെയായിരുന്നു ഇപ്പോഴും ആ ഓർമ്മകളിലേക്ക് വരുമ്പോൾ. പക്ഷെ അന്നേ നമ്മൾ പറഞ്ഞതുണ്ട്, ഈ മനുഷ്യരെയൊക്കെ ചുരൽമലയും മുണ്ടക്കയും തകർന്നെങ്കിലും അവിടെ അവശേഷിക്കുന്ന മനുഷ്യരുണ്ട്, ഇവരെയൊക്കെ ചേർത്ത് പിടിക്കണം, ഇവരുടെയൊക്കെ അവശേഷിക്കുന്ന പുതിയ കാഴ്ചകൾ ഉണ്ടാകണം, പുതിയ അതിജീവനം ഉണ്ടാക്കണമെന്ന്. അതിൻ്റെ ഒരു അതിജീവനത്തിൻ്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ് നമ്മളെ സംബന്ധിച്ച് ടൗൺഷിപ്പ് എന്ന് പറയുന്നത്. ടൗൺഷിപ്പ് വളരെ അത്തരത്തിൽ ഒരു പോസിറ്റീവായി തന്നെയാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ. ഇനി അതിജീവനത്തിൻ്റെ പ്രതീകമായ ഒരു പിടി മനുഷ്യരാണ് ഇവിടെ. ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ 298 പേർക്ക് പുഷ്പാർച്ചന അർപ്പിക്കാൻ വേണ്ടി ഈ ടൗൺഷിപ്പിലുള്ളവർ ഒത്തുകൂടിയിട്ടുണ്ട്. ഇപ്പോഴും അവരുടെ മനസ്സിൽ ആ നടുങ്ങുന്ന ഓർമ്മകളുണ്ട്. പക്ഷേ അതിജീവനമാണ്, പുതിയ നാടൊന്നാകെ ചേർത്ത് നിർത്തിയതാണ് അവരെ. നാടൊന്നാകെ ഒരുമിച്ച് നിന്ന് അവരെ പിടിച്ചതാണ്. ആ ഓർമ്മകളിലൊക്കെ തന്നെ നാടുണ്ട്, ആ വേദനിക്കുന്ന ഓർമ്മകൾ നാടുണ്ട്. പക്ഷേ ഇനി അതിജീവനത്തിൻ്റെ സമയമാണ്. ഇനി ആ കറുത്ത ഓർമ്മകളെയൊക്കെ മറികടന്നുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇനിയും മുന്നോട്ട് പോകണം എന്ന് നാടൊരുമിച്ച് പറഞ്ഞതാണ്. അതിനൊപ്പം തന്നെ ഈ ടൗൺഷിപ്പും കാഴ്ചകളാവുന്നു. ഇതാ ആ പുഷ്പാർച്ചനയിലേക്ക് പോകുമ്പോൾ ആ ഓർമ്മകളിലേക്ക്, വീണ്ടും ആ വേദനകളിലേക്ക് പോകുന്ന മനുഷ്യൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മോത്തി, ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ. ദേശം സൈഡ് കൊടുത്തിട്ട് അവർക്ക് വഴി എല്ലാവരും വരി, വന്നോളൂ, നിങ്ങൾ എല്ലാവരും വരി. പ്രിയപ്പെട്ടവരുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ പുഷ്പാർച്ചന അർപ്പിക്കുകയാണ് ടൗൺഷിപ്പിലെ ജനങ്ങൾ. ആരൊക്കെ ബാക്കിയായി എന്നതുകൂടിയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇവർക്കൊക്കെ നഷ്ടപ്പെട്ടു പോയത് ഇവരുടെ കുടുംബാംഗങ്ങൾ, ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അരുൺ തുടരുന്നുണ്ട്. അരുൺ, കണ്ണീരടക്കാനാവാതെയാണ് ഇന്നേ ദിവസവും പുഷ്പാർച്ചന അർപ്പിക്കുന്നത്. ഈ മനുഷ്യരൊക്കെ കണ്ടു നിൽക്കാൻ കഴിയുന്ന കാഴ്ചയല്ല അത്, അല്ലേ? പുഷ്പാർച്ചന ആരംഭിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ വിതുമ്പുന്ന ആ ഓർമ്മകളിലേക്ക് പോകുന്ന ആ മനുഷ്യരെ ഉണ്ട്. ഇപ്പോഴും തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓർമ്മകളൊന്നും നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കുന്നതല്ല. അവിടെയും നമുക്ക് അത്തരത്തിൽ ആ ഓർമ്മകളെ മറികടന്നുകൊണ്ട് ഈ മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു അതിജീവനത്തിൻ്റെ കാഴ്ചയാണ് നമ്മൾ പറഞ്ഞത്. ആ അതിജീവനത്തിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ ടൗൺഷിപ്പായി വരുന്നത്. അവിടെയും ഇത്തരത്തിൽ പക്ഷേ ഈ പുഷ്പാർച്ചന നടത്തുമ്പോൾ അവരുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് വിങ്ങുന്ന, അല്ലെങ്കിൽ വിതുമ്പുന്ന, ഇത്തരത്തിൽ പൊട്ടിക്കരഞ്ഞു പോകുന്ന മനുഷ്യരെ നമ്മൾ കാണും. ആഘാതം എത്രത്തോളമാണെന്ന് ഈ കാഴ്ചകൾ തന്നെ പറയുന്നു. കൽപ്പറ്റ ടൗൺഷിപ്പിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ പ്രിയപ്പെട്ടവർ പുഷ്പാർച്ചന നടത്തുന്നതാണ് ആ ദൃശ്യങ്ങളിൽ. തത്സമയ ദൃശ്യങ്ങളാണ്. അരുൺ അമൃതനാഥാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി 2ാം വർഷവും കരച്ചിലടക്കാൻ കഴിയാതെ, കണ്ണീരടക്കാൻ കഴിയാതെ നിരവധി മനുഷ്യരാണ് പുഷ്പാർച്ചന നടത്തുന്നത്. ഈ ബന്ധുക്കളുടെ, പ്രിയപ്പെട്ടവരുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ പുതിയൊരു ജീവിതം മെനഞ്ഞെടുക്കാൻ പാടുപെടുന്ന മനുഷ്യരാണ്. പുതിയ വീട്ടിലേക്കും ടൗൺഷിപ്പിലേക്കും ഒക്കെ മാറിയപ്പോൾ ഈ ഓർമ്മകൾ മാത്രം അവരെ വിട്ടുപോകുന്നില്ല എന്നതാണ്. ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരെ ഇനിയും കണ്ടെത്താനുള്ള മനുഷ്യരുണ്ട്, നിരവധി പേർ. ദുരന്തഭൂമിയിലെ നിരവധി മനുഷ്യരോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോഴും പറയുന്നത്, നേരം ഇരുട്ടിയാൽ ഉള്ളിലെന്തോ ഒരു ഭയമാണ്. മഴയുടെ ഭാഗമായി ഇടിമുഴങ്ങിയാൽ നെഞ്ചൊന്ന് കാളും, എന്താണ് സംഭവിക്കുക എന്നറിയില്ല. കണ്ണടയ്ക്കുമ്പോൾ ഉറങ്ങാൻ കഴിയാത്ത മനുഷ്യരിപ്പോഴുമുണ്ട്. പലർക്കും അത്തരത്തിൽ
കൗൺസിലിംഗ് അടക്കം നൽകിയാണ് അവരെ പുതുജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി പേരുണ്ട് അങ്ങനെ, കുഞ്ഞുമക്കൾ അടക്കം ഒരുപാട് പേർ. ഏറ്റവും ഒടുവിലായി രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും വിഫലമായി കൈത്തുമ്പിൽ നിന്നും പ്രിയപ്പെട്ടവരുടെ കൈ അകന്നു പോയ നിമിഷത്തെ ഓർത്ത് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ശൂന്യമായി പോയ മനസ്സുമായി എന്തു ചെയ്യണമെന്നറിയാതെ. ചിലരൊക്കെ ജീവിതത്തിലേക്ക് തിരികെ വന്നിട്ടുണ്ട്, തിരികെ വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട മനുഷ്യരുടെ സഹായത്തോടെ, അവരുടെ പിന്തുണയോടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന മനുഷ്യരും നിരവധിയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവരുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തുകയാണ് പ്രിയപ്പെട്ട മനുഷ്യർ. അരുൺ അമൃതനാഥ് തുടരുന്നുണ്ട്. അരുൺ പറയൂ. അതെ മോത്തി, ആ പുഷ്പാർച്ചന തുടരുകയാണ്. അത്ര രാവിലെ എത്തിയപ്പോൾ തന്നെ അവരോട് സംസാരിച്ചു. അതിജീവനത്തിന്റെ ഓർമ്മകൾ, അതിജീവനത്തിന്റെ കാഴ്ചകളൊക്കെ തന്നെ അതിന്റെ ഏറ്റവും വലിയ മാതൃക ടൗൺഷിപ്പ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ തരത്തിൽ തന്നെയായിരുന്നു അവരൊക്കെ പ്രതികരിച്ചത്. പക്ഷേ ഈ പുഷ്പാർച്ചന തുടങ്ങുന്ന സമയത്ത് അവരുടെ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ പക്ഷേ പിടിച്ചു നിൽക്കാനാകുന്നില്ല. അവരുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് വിതുമ്പുന്ന കുറച്ച് മനുഷ്യരെ, കണ്ണീരണിയുന്ന കുറച്ച് മനുഷ്യരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു നാടെ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതായി പോയതുപോലെയാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ആ നാടിനെ മായ്ച്ചു കളഞ്ഞത്. പക്ഷേ ആ വേദനകളെല്ലാം മറികടന്നുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇനിയും ഈ നാട് മുന്നോട്ട് പോകണമെന്ന സന്ദേശം, അല്ലെങ്കിൽ അത്തരത്തിലൊരു മാതൃകയായിക്കൊണ്ട് കേരളം ഒന്നാകെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ നാടിനെ കൈ ഉയർത്തി പിടിച്ചതാണ്. അതിൻ്റെ ഉദാഹരണമായി കൂടി ടൗൺഷിപ്പ് നമ്മുടെ മുന്നിലേക്ക് വന്നതാണ്. ആ മനുഷ്യരുണ്ട്. ആ മനുഷ്യർ പക്ഷേ അവരുടെ ഉറ്റവരെയും പ്രിയപ്പെട്ടവരെയൊക്കെ നഷ്ടപ്പെട്ട ഒരുപാട് പേരാണ്. അവരുടെയൊക്കെ ഒരു വേദന കൂടിയാണ് ഈ പുഷ്പാർച്ചന നടക്കുന്ന ഈ സമയത്ത് കൂടി അവർ ഓർമ്മകളിലേക്ക് പോകുമ്പോഴാണ് വിങ്ങി പൊട്ടുന്ന കുറച്ച് മനുഷ്യരെ നമ്മൾ കണ്ടത് എന്നുള്ളത് തന്നെയാണ്. തുടക്കത്തിൽ രാവിലെ വന്നപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ആളുകളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. വെറും ഈ ജീവിതത്തെക്കുറിച്ചുള്ള അതിജീവനത്തിൻ്റെ കാഴ്ചകളെക്കുറിച്ച്, അല്ലെങ്കിൽ പോസിറ്റീവായി ഇനിയും ജീവിതം മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച്, തൊഴിലിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പുഷ്പാർച്ചന എന്തായാലും പുരോഗമിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാവരും ഒത്തുകൂടി ഈ നഷ്ടപ്പെട്ടു പോയ അവരുടെ തന്നെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഓർമ്മകളിലേക്ക് കടക്കുകയാണ് മോത്തി.